നമ്മൾ പരിചയപ്പെടുന്നത് ഇന്റഗ്രൽസ് ഓഫ് സം മോർ ടൈപ്സ്. ഇതിന് മെയിനായിട്ട് 3 ഫോർമുലയാണ് വരുന്നത്. ഈ ഫോർമുലയുടെ പ്രൂഫ് ഉണ്ട്, അതുപോലെ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ചില ചോദ്യങ്ങൾ. അതുപോലത്തെ ഒരു സെക്ഷൻ നമ്മൾ മുമ്പ് കണ്ടിരുന്നു, 1/, ഉള്ള ഒരു 6 ഫോർമുല വരുന്ന ടൈപ്പ്. അതുപോലെയാണ് ഈ സെക്ഷനും പോകുന്നത്. അപ്പം ഇതിൻ്റെ 3ൻ്റെയും പ്രൂഫ് ഏകദേശം സെയിം പാറ്റേൺ ആണ്. ഫോർമുല നോക്കുക. ഇന്റഗ്രൽ റൂട്ട് ഓഫ് x² - a² dx = x/2 റൂട്ട് ഓഫ് x² - a² minus a²/2 log modulus of x plus root of x² - a² plus c. രണ്ടാമത്തത് ഇന്റഗ്രൽ റൂട്ട് ഓഫ് x² + a² dx. സെയിം പാറ്റേൺ ആണ്. പ്ലസിന് മൈനസിന് പകരം ഇവിടെ പ്ലസ്, ഈ മൈനസിന് പകരം പ്ലസ്, ബാക്കി എല്ലാ ടേമും ഈ x² - a² പകരം x² + a² എന്നാണ് വരുന്നത്, പ്ലസ് സി. അപ്പോൾ ഈ സാമ്യങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇത് പഠിക്കേണ്ടത്. രണ്ടും ഏകദേശം സെയിം പാറ്റേൺ. മൂന്നാമത്തത് ഇന്റഗ്രൽ റൂട്ട് ഓഫ് a² - x² dx. ഫസ്റ്റ് ടേം അതിൻ്റെയും ഈ 3ൻ്റെയും ഫസ്റ്റ് ടേം പോലെയാണ്. സെക്കൻഡ് ടേം പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, പക്ഷെ ഇവിടെ പ്ലസ് ആണ്. a²/2 sin ഇൻവേഴ്സ് x/a plus c. ഇതിന് മാത്രമാണ് ഈ സൈൻ ഇൻവേഴ്സ് x/a എന്നൊരു പാറ്റേൺ വരുന്നത്. ബാക്കി രണ്ടിന്റെയും ലോഗ് മോഡുലസ് ഓഫ് എന്നുള്ളതാണ്. റൂട്ട് ഓഫ് x² + a² ആണെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ ഇവിടെയും പ്ലസ് ആണ്. റൂട്ട് ഓഫ് x² - a² ആണെങ്കിൽ ഈ ടേം റൂട്ട് ഓഫ് x² - a² ആണ്. ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുപോലെ ഇവിടെ ആദ്യത്തേന് മൈനസ് ആണ്, രണ്ടാമത്തേന് പ്ലസ് ആണ്. ഇത്രയാണ് ഇവ തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകൾ. അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ നിൽക്കും. ഇനി നമുക്ക് ഇതിൽ ആദ്യത്തത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. അതേപോലെ ബാക്കി രണ്ടും നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ തെളിയിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് കൂടാതെ ഇത് 3ഉം പ്രൂവ് ചെയ്യാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലും പറ്റും. എക്സിന് പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ, x = a sec θ കൊടുത്താൽ ഒന്നാമത്തെ തെളിയിക്കാം, x = a tan θ കൊടുത്താൽ രണ്ടാമത്തെ തെളിയിക്കാം, x = a sin θ കൊടുത്താൽ മൂന്നാമത്തെ റിസൾട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലും ഇത് 3ൻ്റെയും പ്രൂഫ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. തൽക്കാലം ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമത്തതിന്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് കാണിക്കാം. അതുപോലെ ബാക്കി രണ്ടും നമുക്ക് തെളിയിക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത് തെളിയിക്കാൻ ഇന്റഗ്രൽ റൂട്ട് ഓഫ് x² - a² dx = ഇന്റഗ്രൽ റൂട്ട് ഓഫ് x² - a² ഇൻറ്റു 1 dx എടുത്തു. ബൈ പാർട്സ് ആകുമ്പോൾ 2 ഫംഗ്ഷൻ വേണമല്ലോ, രണ്ടാമത്തത് ഇൻറ്റു 1 എടുത്തു. നൗ അപ്ലൈയിങ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഫംഗ്ഷൻ റൂട്ട് ഓഫ് x² - a² ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഒന്നാമത്തെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് x² - a² ഇൻറ്റു 2x x² - a² ഡെറിവേറ്റീവ്. സോ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ dx. ബൈ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ, 1 നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. നൗ ഹിയർ 2 ക്യാൻ ബി ക്യാൻസൽഡ്. ബാക്കിയുള്ളത് എന്താ? ഇതിനെ ഞാൻ x ഇൻറ്റു റൂട്ട് ഓഫ് x² - a² എന്ന് എഴുതുന്നു, മൈനസ് ഇന്റഗ്രൽ ഓഫ് x ഇൻറ്റു x becomes x² ബൈ റൂട്ട് ഓഫ് x² - a² dx എന്നാണ്. ഇനി നമുക്ക് ഈ പാർട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മേലെ ഒരു -a² പ്ലസ് a² എക്സ്ട്രാ കൊടുത്തു. Now let us split this as 2 integral. അപ്പൊ എന്താ കിട്ടുക? x ഇൻറ്റു റൂട്ട് ഓഫ് x² - a² മൈനസ് ഇന്റഗ്രൽ ഓഫ് എന്താണ് ആദ്യത്തെ ടേം? x² - a² ബൈ റൂട്ട് ഓഫ് x² - a². So we will get root of x² - a². അടുത്തത് പ്ലസ് a² ബൈ റൂട്ട് ഓഫ് x² - a². ഇതിനൊന്നിച്ച് dx കൊടുത്തു. ഇതിനെ 2 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്തത്. ഇനിയിപ്പോ നോക്കുക, ഇതിന് നമ്മൾ 2 ഇന്റഗ്രൽ ആക്കിയിട്ടും വേണമെങ്കിൽ എഴുതാം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ റൂട്ട് ഓഫ് x² - a² dx അത് തന്നെയാണ് നമുക്ക് കാണേണ്ടത്, പ്ലസ് ഇന്റഗ്രൽ a² ബൈ റൂട്ട് ഓഫ് x² - a² dx ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇന്റഗ്രൽ. അപ്പൊ ഇതിനെ ഞാൻ ആ രീതിയിൽ എഴുതാം. x ഇൻറ്റു റൂട്ട് ഓഫ് x² - a²
മൈനസ് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. ഇനി മൈനസ് ഇൻറ്റു പ്ലസ് വരുമ്പോൾ അടുത്ത ടേം മൈനസ് ആണ്. എ സ്ക്വയർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ അതിനെ പുറത്തെഴുതുന്നു. ഇൻ്റഗ്രൽ ഓഫ് 1/√ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച ഫോർമുലയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇതേ ടേം ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഈ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതേ ടേം ഇവിടെ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ എഴുതുക? ഈ ഇന്റഗ്രലിനെ കൂടി നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കേണ്ടി വരും. അപ്പൊ എന്താ കിട്ടാൻ നോക്കാം. The next step is 2 into integral root of x square minus a square dx is equal to x root x square minus a square. ഈ ടേം പിന്നെ നമ്മൾ എഴുതേണ്ടത് ഈ ടേം മൈനസ് എ സ്ക്വയർ ഇൻറ്റു വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് 1/√ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ്. ദ റിസൾട്ട് ഈസ് log modulus of x plus root of x square minus a square. ഇന്റഗ്രേഷൻ തീർന്നത് കൊണ്ട് നമുക്ക് തൽക്കാലം C1 എഴുതാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഒരു 2 കൂടി ഉണ്ട് അല്ലെ? ഇനി നമുക്ക് ഈ ഇന്റഗ്രലിലേക്ക് വരാം. ഇതാണല്ലോ നമുക്ക് കാണേണ്ടത്. therefore ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻറ്റു 2നെ ഇപ്പുറത്തേക്ക് വരണം. അപ്പൊ ഇവിടെ 2 ടേം അല്ല 3 ടേം ഉണ്ട്. ഓരോ ടേമിന്റെ താഴെയും /2 വരണം. So what is the first term? x/2 root of x square minus a square. ഈ ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യണം. minus a square by 2 log modulus of x plus root of x square minus a square plus c1 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. but c1/2 is also a constant. നമ്മൾ ആ c1/2 ന് പകരം ലാസ്റ്റിൽ ഒരു c കൊടുത്തു. നോക്കൂ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ റിസൾട്ട്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ബാക്കി രണ്ടും ബൈ പാർട്സ് ഉപയോഗിച്ച് ചെയ്തു നോക്കാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എങ്ങനെയാ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ സ്വയം അത് തെളിയിക്കാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 dx. നമ്മൾ 1/, വരുന്ന സെക്ഷനിൽ ചെയ്ത അതേപോലെ ഇവിടെ 3 പാറ്റേണിലേക്ക് നമ്മൾ ഏതൊക്കെയാ 3 പാറ്റേൺ പഠിച്ചത്? ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് പഠിച്ചു. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് പഠിച്ചു. മൂന്നാമത് ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് പഠിച്ചു. ഈ 3 ഏതെങ്കിലും ഒരു പാറ്റേണിലേക്ക് ഇതിനെ മാറ്റിയാൽ നമുക്ക് നമ്മുടെ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്യുകയുള്ളൂ. അപ്പൊ എങ്ങനെ മാറ്റാൻ പറ്റും നോക്കാം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x എഴുതി. ഇതിന്റെ കൂടെ ഏത് ചേർത്താലാണ് നമുക്ക് എക്സ് വരുന്ന ഭാഗം ഹോൾ സ്ക്വയർ ആയിട്ട് കിട്ടുക? ക്ലിയർ ആണ്, +1. അപ്പൊ ഈ 5നെ നമുക്ക് +1 +4 എന്ന് എഴുതിയാൽ മതി. dx ഞാൻ ഈ 3 ടേം കൺസിഡർ ചെയ്യാം. എന്തെഴുതാ അതിനെ? ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 ക്യാൻ ബി കൺസിഡർഡ് ആസ് 2² dx. അപ്പൊ നോക്കൂ, എക്സിന്റെ സ്ഥാനത്ത് x+1 ആണ് വന്നിട്ടുള്ളത്. ഇത് x² പ്ലസ് a² എന്നുള്ള പാറ്റേൺ എക്സിന്റെ സ്ഥാനത്ത് x+1. നമുക്ക് മുന്നേ പറഞ്ഞ പോലെ x+1 ഈക്വൽ ടു t കൊടുക്കാം. അപ്പൊ എന്താ കിട്ടുക?1 dx is equal to dt എന്ന് കിട്ടും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ഇതിനെ മാറ്റി കഴിഞ്ഞാൽ ഇന്റഗ്രൽ റൂട്ട് ഓഫ് t² പ്ലസ് 2² dx ന് പകരം dt വരും. ഇത് നോക്കൂ, ഇത് ഈ ഫോമിലാണ് വരുന്നത് അല്ലെ? അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് t എഴുതണം, a² എന്നുള്ളതിന് പകരം 2² dx ന് പകരം dt. സോ അപ്ലൈയിങ് ദ റിസൾട്ട് നമുക്ക് എന്താ കിട്ടുക? The formula is x/2 root of x² plus a². അതാണ് അതിന്റെ ആദ്യത്തെ ഭാഗം. x/2 ന് പകരം t/2 root of x² plus a² ന് പകരം t² plus 2². പിന്നെ അടുത്തത് പ്ലസ് a²/2, a² 2² by 2 log modulus of x plus എന്നുള്ളതിന് പകരം t plus root of x² plus a² ന് പകരം t² plus 2² plus. ഇനി നമുക്ക് എന്ത് വേണം? t-നെ മാറ്റിയിട്ട് x-ലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് അല്ലെ? ആ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇവിടെ മാറ്റണം. സോ വാട്ട് ഈസ് ദ ആൻസർ? t/2 എന്നുള്ളതിന് പകരം x plus 1/2 root of t² plus 2² എന്ന് പറഞ്ഞാൽ എന്താണ്? x plus 1 whole square plus 2² plus
2 square by 2 എന്ന് പറഞ്ഞാൽ 2 log modulus of t ക്ക് പകരം x plus 1 plus root of t square that is x plus 1 whole square plus 2 square plus c. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെയൊക്കെ ഒന്നും കൂടെ ചെറുതാക്കാം. എന്താണ് x plus 1 whole square plus 2 square? ഇതാണ് x plus 1 whole square plus 2 square. It is the same as x square plus 2x plus 5. ഇതിനെ മാറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെയാക്കിയത്. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. So the answer is x plus 1 by 2 root of x square plus 2x plus 5 plus 2 log modulus of x plus 1 plus root of x square plus 2x plus 5. ആ റൂട്ടിൻ്റെ ഉള്ളിലത്തേന് പകരം അതിൻ്റെ ക്വസ്റ്റ്യനിലുള്ള അതേ പാറ്റേൺ കൊടുക്കുക പ്ലസ് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ ചോദ്യം 1/√of വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തോ അതേപോലെ ഹോൾ സ്ക്വയറിന്റെ പാറ്റേണിലാക്കുക. ഏത് ഫോർമുലയുടെ പാറ്റേൺ ആണോ കിട്ടിയത് അതേ പാറ്റേണിലേക്ക് അതിനെ മാറ്റുക. എന്നിട്ട് അതിന്റെ ഫോർമുല നോക്കുക. ആ ഫോർമുലയിൽ നമ്മൾ അതാത് സ്ഥാനത്ത് എന്താണോ വരുന്നത് അത് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, അടുത്ത ചോദ്യം ഇന്റഗ്രൽ റൂട്ട് ഓഫ് 3 - 2x - x² dx. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആവുമ്പോഴാണ് ഏത് ആഡ് ചെയ്താലാണ് എക്സിന്റെ ഭാഗം ഹോൾ സ്ക്വയർ കിട്ടാൻ നോക്കാൻ എളുപ്പം. പക്ഷെ ഇവിടെ റൂട്ടും കൂടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇതൊക്കെ മുന്നേ 1/ൽ ചെയ്തതാണ്. റൂട്ടിന്റെ ഉള്ളില് ആദ്യം മൈനസ് പുറത്തെടുക്കാം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കാനാണ് കൂടെയുള്ള മൈനസിനെ പുറത്തെടുക്കുന്നത്. അപ്പൊ എന്താക്കിയാ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് 2x അല്ലെ? എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് ആണ് പുറത്തെടുത്തത്. അപ്പോൾ ബാക്കിയുള്ളത് -3 dx. റൂട്ടിന്റെ ഉള്ളിലല്ല, dx റൂട്ടിന്റെ പുറത്താണ് വേണ്ടത്. ഇനി നമുക്ക് ഏത് ആഡ് ചെയ്താലാണ് ഇത് ഹോൾ സ്ക്വയർ ആവാൻ നോക്കാം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് ഇന്റഗ്രൽ ഇടാൻ വിട്ടുപോയി. ഇന്റഗ്രൽ റൂട്ട് ഓഫ് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഉണ്ട്. നമുക്കറിയാം കൂടെ വേണ്ടത് +1 ചേർത്തതുകൊണ്ട് ഉടനെ കോമ്പൻസേറ്റ് ചെയ്യാൻ -1 ചേർത്തു. അതിൻ്റെ ഉള്ളിലത്തെ -3നെയും അവിടെ തന്നെ എഴുതി dx. Now what is the result? Integral root of minus of ഈ മൂന്നെണ്ണം ചേർന്നാൽ x plus 1 whole square ആയി. -1 ഉം -3യും ചേർന്നാൽ -4 dx. ഇനി നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ പുറത്തെടുത്താൽ മൈനസ് തിരികെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കാം, ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ആക്കാം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ റൂട്ട് ഓഫ് മൈനസ് ഓഫ് -4 ഈസ് +4 minus x plus 1 whole square dx. Now 4 can be considered as root of 2 square minus x plus 1 നമുക്ക് t എന്ന് കൊടുക്കാം. t equal to x plus 1. So what is dt? dt equal to dx. അപ്പോൾ എന്തായി? 2 square minus t square dx ന് പകരം എന്ത് കൊടുക്കാം? dt കൊടുക്കാം. അപ്പോൾ നോക്ക് ഏത് ഫോമിൽ വന്നു? ഇന്റഗ്രൽ റൂട്ട് ഓഫ് a square minus x square dx അല്ലേ? അപ്പൊ അതിന്റെ റിസൾട്ട് ആലോചിക്കുക. എന്തായിരുന്നു റിസൾട്ട്? x/2 root of a square minus x square plus a square by 2 sin inverse x by a plus c. So applying that ഇവിടെ x അല്ല പകരം t ആണ് അല്ലേ? അപ്പൊ ആദ്യത്തെ ടേം x/2 എന്നുള്ളതിന് പകരം t/2 root of a square ന് പകരം 2 square minus t square plus a square by 2. What is our a square? 2 square by 2 sin inverse x ന് പകരം t x by a. a യുടെ വാല്യൂ എത്രയാ? 2. a square by 2 sin inverse x by a plus. ഇനി എന്താ ബാക്കിയുള്ളത്? t ക്ക് പകരം x plus 1 കൊടുക്കണം അല്ലേ? അപ്പൊ എന്താ റിസൾട്ട് കിട്ടുക നോക്കാം. this is equal to x plus 1 by 2 t ക്ക് പകരം root of 2 square minus t square ന് പകരം x plus 1 whole square plus 2 square by 2 is 2 sin inverse t ക്ക് പകരം x plus 1 by 2 plus c. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇനി ഇതിനെ വേണമെങ്കിൽ ശരിയാക്കാം. എങ്ങനെ? 2 square minus x plus 1 whole square-നെ x plus 1 whole square എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അത് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ ആൻസർ. അടുത്തത്
ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x dx. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ഹോൾ സ്ക്വയറിന്റെ ഫോമിലാക്കുക, ഏതാണോ ഫോർമുല അത് ഉപയോഗിക്കാം. നമുക്കൊന്ന് സ്പീഡിൽ ചെയ്ത് പോവാം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x ഉണ്ട്. അപ്പൊ ആഡ് ചെയ്യേണ്ടിട്ട് 3/2 സ്ക്വയർ. സോ പ്ലസ് 3/2 സ്ക്വയർ ആഡ് ചെയ്തു, ഉടനെ മൈനസ് 3/2 സ്ക്വയറും ആഡ് ചെയ്തു, റൂട്ടിന്റെ ഉള്ളിൽ ഇത്രയും ആഡ് ചെയ്തു, dx അങ്ങനെ തന്നെയാണ്. Now this is equal to integral root of ഈ മൂന്നെണ്ണം ചേർക്കുക. അപ്പൊ എന്താ കിട്ടുക? x plus 3/2 whole square. ബാക്കിയുള്ളത് minus 3/2 square dx. Now let us take the substitution. Substitution വേണമെന്നൊന്നുമില്ല. t equal to x plus 3/2 കൊടുത്താൽ dt equal to dx ആണ് കിട്ടുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് എക്സിന്റെ സ്ഥാനത്ത് x plus 3/2 എഴുതിയിട്ട് ഫോർമുല ഡയറക്റ്റ് എഴുതാം. ബാക്കി രണ്ട് പ്രോബ്ലത്തിൽ നമ്മൾ t കൊടുത്തിട്ട് ചെയ്തത് വേണമെന്നില്ല. സോ ഇവിടെ ഏതാണ് ഫോർമുല വരുന്നത്? ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ dx. ഈ പാറ്റേൺ ആണ് വരുന്നത്. എക്സിന് പകരം x plus 3/2 എഴുതണം, എക്ക് പകരം 3/2 കൊടുക്കണം. സോ അപ്ലൈയിങ് ദ റിസൾട്ട് നമുക്ക് ആദ്യത്തെ ഈ ഫോർമുല നമുക്ക് ആലോചിക്കാം. എന്താ ഇതിന്റെ റിസൾട്ട്? x/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇത് പ്രകാരം ഇവിടെ എഴുതിയാൽ നമുക്ക് എന്താ കിട്ടുക? x/2 പകരം x plus 3/2 by 2. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് പകരം x plus 3/2 ഹോൾ സ്ക്വയർ മൈനസ് 3/2 സ്ക്വയർ. അപ്പൊ ഇത്രയും പാർട്ടല്ല. മൈനസ് എ സ്ക്വയർ ബൈ 2. വാട്ട് ഈസ് എ സ്ക്വയർ? 3/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/4 ആണ് എ സ്ക്വയർ. ബൈ 2 എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡുലസ് ഓഫ് എക്സ്. എക്സിന് പകരം x plus 3/2 plus root of x square minus a square, that is x plus 3/2 square minus 3/2 square. ഇപ്പൊ എല്ലാ ടേമും ആയല്ലോ, പ്ലസ് സി എഴുതാം. ഇനി നമുക്ക് ഇതിൽ ചില ടേംസ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം, ഒരു നല്ല രൂപത്തിൽ ആൻസർ ആക്കാം. സോ ലെറ്റ് us take 2 as LCM here. അപ്പൊ എന്താ കിട്ടുക? 2x plus 3 now by 2. ആ by 2 കൂടെ ഈ 2 കൂടെ വന്നാൽ by 4 ആണ്. This 2 is 2/1. തിരിച്ചിടുമ്പോൾ 1/2 ആവും. അപ്പൊ ഈ ഡിനോമിനേറ്റർ 2 കൂടെ ഇത് തിരിച്ചിട്ട് 1/2 കൂടെ വരും. അങ്ങനെയാണത് 4 ആയത്. റൂട്ട് ഓഫ് ഇനി ബാക്കിയുള്ളത് എന്താ? x plus 3/2 സ്ക്വയർ മൈനസ് 3/2 സ്ക്വയർ അല്ലേ? അത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x സെയിം ആണ്. അപ്പൊ നമ്മൾ അത് എഴുതിയാൽ മതി ഇവിടെ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x ഇത് എക്സ്പാൻഡ് ചെയ്ത് ചുരുക്കി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കിട്ടുക. ഈ രണ്ട് ടേമും ക്യാൻസൽ ആവും. ബി സ്ക്വയർ എന്നുള്ള ടേമും മൈനസ് ബി സ്ക്വയർ അത് നമ്മൾ ക്യാൻസൽ ആവും. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. അപ്പൊ അത് അങ്ങനെ എഴുതാം. മൈനസ് ഇവിടെ എന്താ കിട്ടുക? 9/4 ഇൻറ്റു 1/2 ആവും. ദാറ്റ് ഈസ് 9/8 ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 3/2 പ്ലസ് റൂട്ട് ഓഫ് ഇവിടെ ഇതിന് പകരം ക്വസ്റ്റ്യനിലുള്ള ടേം മതി. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് സി. ഇതാണ് ആൻസർ. ഇതേപോലെ തന്നെയാണ് ആ സെക്ഷനിലെ എല്ലാ പ്രോബ്ലം വരിക. പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. 3 പാറ്റേൺ ഫോർമുല പഠിച്ചാൽ ഏത് പാറ്റേൺ വരുന്നു നോക്കുക, എന്നിട്ട് അതിന്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് ആൻസർ എടുക്കാം. ഓക്കെ, അടുത്തത് ചെറിയ വ്യത്യാസമുണ്ട്. ഇന്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ dx. ഈ എക്സ് ഇൻറ്റു എന്നുള്ള ഭാഗം മുന്നേ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു ടേം നമുക്ക് വന്നിട്ടില്ല. റൂട്ട് ഓഫ് എന്നുള്ള പാറ്റേണിലാണ് ഇതുവരെ നമ്മൾ ചെയ്തത്. ഇനി നോക്കുക, ഈ എക്സ് പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആയിരുന്നു ഇവിടെ എന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയറിന് ടി കൊടുത്താൽ ഈ ഡെറിവേറ്റീവും ഡി എക്സ് ഒന്നിച്ച് ഡി ടി ആയി പോകുമായിരുന്നു അല്ലെ? പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താന്ന് വെച്ചാല് ലെറ്റ് എക്സ് ഈക്വൽ ടു, അതായത് ഇതിനെ ഈ എക്സിനെ ഇതിന്റെ ഡെറിവേറ്റീവ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരത്തക്ക രീതിയിൽ മാറ്റി എഴുതാം. നമ്മൾ മുന്നേ ആ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടുണ്ട്. ബൈ എന്നുള്ള ഫോർമുല ആയിരുന്നു എന്ന് എഴുതും. അപ്പൊ ഇങ്ങനെയാണ് അസ്യൂം ചെയ്യേണ്ടത്. ലെറ്റ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. അതെന്താണ്? 1 plus 2x plus b എന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് എയും ബിയും കണ്ടുപിടിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ എക്സിനെ എക്സ് പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരത്തക്ക രീതിയിൽ മാറ്റി എഴുതണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. സോ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ്
കോഎഫിഷ്യൻസ് ഓഫ് എക്സ്. എന്താ കിട്ടുക? 1 is equal to ഇവിടെ എക്സ് വരുന്നിട്ട് a into 2x. അപ്പോൾ കോഎഫിഷ്യന്റ് പാർട്ട് 2a ആണ്. ഇതിൽ നിന്നും we will get a equal to 1/2. ഇനി നമുക്ക് b കിട്ടണം. b comes as a constant. അപ്പോൾ അടുത്തത് comparing the constants. നമ്മൾ എഴുതിയ ഇക്വേഷന്റെ രണ്ട് സൈഡിലെയും കോൺസ്റ്റന്റ്സ് കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ സൈഡിൽ കോൺസ്റ്റന്റ് ഇല്ല. സോ വി ഹാവ് 0 equal to a into 1. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. a plus b എന്ന് കിട്ടും. സോ വാട്ട് ഈസ് b? b എന്ന് പറയുന്നത് -a ആണ്. ദാറ്റ് ഈസ് -1/2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ എയും ബിയും ഇവിടെ കൊടുത്താൽ എക്സിന്റെ പുതിയ രൂപം നമുക്ക് അവിടെ കിട്ടി. ഈ പുതിയ രൂപം ഉപയോഗിച്ചുകൊണ്ട് ഗിവൺ ഇന്റഗ്രൽ നമ്മൾ മാറ്റി എഴുതാണ്. സോ ഇന്റഗ്രൽ ഓഫ് x into root of x plus x square dx is equal to x ന് പകരം എയും ബിയും കൊടുത്തിട്ട് അതിന്റെ പുതിയ രൂപം എഴുതണം. സോ വാട്ട് ഈസ് a? 1/2 ഇന്റഗ്രൽ ഓഫ് 1/2 into 1 plus 2x plus b. ബിയുടെ വാല്യൂ -1/2. ഇതാണ് എക്സിന്റെ പുതിയ രൂപം. ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എഴുതാം dx. ഇതാണ് നമ്മുടെ പുതിയ രൂപം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ രണ്ട് ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സച്ച് ദാറ്റ് ഒരു ഇന്റഗ്രലില് ഈ ഡെറിവേറ്റീവ് പാർട്ട് വരണം, മറ്റേ ഇന്റഗ്രലില് കോൺസ്റ്റന്റ് പാർട്ടും വരണം. ഈ പ്ലസ് ഉപയോഗിച്ച് ഇതിനെ രണ്ട് ഇന്റഗ്രലായിട്ട് മാറ്റാം. അപ്പൊ എന്താ കിട്ടുക? ഫസ്റ്റ് ഇന്റഗ്രലില് 1/2 പാർട്ട് കോൺസ്റ്റന്റ് ആണ്, അത് പുറത്ത് എഴുതുക. ഇന്റഗ്രൽ ഓഫ് 1 plus 2x ഈ ടേം ഇൻറ്റു പുറത്തിട്ട് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് dx. അതാണ് ആ ഇന്റഗ്രേഷനിലെ ഫസ്റ്റ് പാർട്ട് വരിക. ഈ ടേമും തമ്മിൽ ചേർക്കും. അടുത്തത് 1/2 ഇതും തമ്മിൽ. അപ്പോൾ ഈ മൈനസിനെ നമുക്ക് ഇവിടെ എഴുതാം. 1/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്ത് എഴുതാം. ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് dx. ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് പാർട്ട്. ഓക്കെ, ഇനി ഈ രണ്ടിന്റെയും ഇന്റഗ്രൽ വേറെ വേറെ മെത്തേഡ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ഇനി ഓരോ ഇന്റഗ്രലായിട്ട് ചെയ്ത് നമുക്ക് ഇക്വേഷൻ 1ലേക്ക് വന്ന് ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഇന്റഗ്രൽ നോക്കാം. ആദ്യത്തെ ഇന്റഗ്രൽ ക്ലിയർ ആണ്. എന്താണ്? ഈ പാർട്ടിന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓഫ് 1 plus 2x into root of x square plus x dx equal to t equal to x square plus x കൊടുക്കുക. So what is dt? dt എന്ന് പറയുന്നത് 2x plus 1 dx ആണ്. 2x plus 1 dx. So the integral reduces to integral of root t dt. Now what is root t? It is t raised to 1/2 dt. t raised to 1/2 ന്റെ ഇന്റഗ്രൽ t raised to 1/2 plus 1/2 plus 1 plus c1 എഴുതാണ്. കാരണം ലാസ്റ്റ് ഇങ്ങോട്ട് വരണല്ലോ. ഇനി 1/2 plus 1 is 3/2. So we can write t raised to 3/2 by 3/2 ന് പകരം 2/3 ആക്കി അതിനെ തിരിച്ചിട്ടു. ഇത് 3/2 ആണ്. 3/2 തിരിച്ചിടുമ്പോൾ 2/3 കിട്ടും. അത് ഡയറക്റ്റ് എഴുതിയിടും. plus c1. Now substitute 14. So what is the answer? It is 2/3 into t ക്ക് പകരം x square plus x raised to 3/2 plus c1. ഇതാണ് ഒന്നാമത്തെ ഇന്റഗ്രലിന്റെ റിസൾട്ട്. ഇനി നമുക്ക് ഈ പാർട്ട് രണ്ടാമത്തെ ഇന്റഗ്രൽ ചെയ്യണം. നോക്കാം അതെങ്ങനെയാണ്. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡി എക്സ് ആണ് വേണ്ടത്. നമുക്ക് ഇതിനെ ഹോൾ സ്ക്വയർ ആക്കിയാൽ മതി. സോ ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഏത് ചേർക്കണം? 1/2 സ്ക്വയർ. സോ പ്ലസ് 1/4 ചേർത്തു, മൈനസ് 1/4 ചേർത്തു dx. ഇനി ഇതിനെ ഹോൾ സ്ക്വയർ ആക്കിയാൽ ഇന്റഗ്രൽ റൂട്ട് ഓഫ് ആദ്യത്തെ മൂന്നെണ്ണം ചേർത്താൽ എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ മൈനസ് 1/4നെ മൈനസ് 1/2 സ്ക്വയറിൽ എഴുതാം dx. അപ്പൊ ഏത് പാറ്റേൺ വന്നു? ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ dx വന്നു. ഞാൻ ഈ ടേമിനെ ഒന്ന് ഇങ്ങോട്ട് എഴുതാം. ഈ സ്റ്റെപ്പ് അങ്ങ് മാറ്റാം. സോ വാട്ട് ഈസ് ദ ഫൈനൽ റിസൾട്ട്? നോക്കാം നമുക്ക്. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരുമ്പോൾ x/2 പകരം എക്സ് പ്ലസ് 1/2/2 റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1/2 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ. x/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് പകരം പിന്നെ മൈനസ്
a square by 2. What is a square? 1 by 4. a square by 2 പിന്നെ log modulus of x plus x ന് പകരം x plus 1 by 2 plus root of x square minus a square, that is x plus 1 by 2 square minus 1 by 2 ന്റെ square plus c2. ഇനി ഇതിനെയൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതിയാൽ ഇവിടെ 2 കോമൺ ആക്കിയാൽ 2x plus 1 by 2 ഈ 2 ചേർന്നാൽ by 4 root of x plus 1 by 2 square minus 1 by 2 square എന്ന് പറയുന്നത് x square plus x ആണ്. അപ്പോൾ അതിന് പകരം x square plus x എഴുതാം minus 1 by 4 by 2, that is 1 by 8 log modulus of x plus 1 by 2 plus root of ഈ റൂട്ടിന്റെ ഉള്ളിലത്തത് x square plus x plus c. ഇതാണ് രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ റിസൾട്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഈ രണ്ട് റിസൾട്ട്, ഒന്നാമത്തെ ഇന്റഗ്രലിന്റെ റിസൾട്ട് ഇവിടെയുണ്ട്, രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ റിസൾട്ട് ഇവിടെയുണ്ട് അല്ലെ? ഈ രണ്ട് റിസൾട്ടുകളും ഇക്വേഷൻ 1ലേക്ക് കൊടുക്കണം. ഓക്കെ, therefore equation 1 implies integral x into root of x plus x square dx equal to പുറത്തൊരു 1 by 2 ഉണ്ട്, അതങ്ങനെ തന്നെ എഴുതി. ഇനി ഇന്റഗ്രൽ പാർട്ട്, what is the result? 2 by 3 into x square plus x raised to 3 by 2 plus c1 എഴുതുന്നില്ല, c1 നും c2 നും കൂടെ ലാസ്റ്റ് ഒരു c കൊടുക്കും. ഇനി രണ്ടാമത്തെ റിസൾട്ട്, രണ്ടാമത്തേല് ഇന്റഗ്രലിൽ ഒരു -1 by 2 ഉണ്ട്. അപ്പോൾ ആദ്യം -1 by 2 എഴുതി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഈ റിസൾട്ട് എഴുതണം. ദാറ്റ് ഈസ് 2x plus 1 by 4 root of x square plus x minus 1 by 8 log modulus of x plus 1 by 2 plus root of x square plus x. എല്ലാ ടേമും എഴുതി. ഇനി ബാക്കിയുള്ളത് c1 c2 ആണ്, അതുകൊണ്ട് എല്ലാത്തിനും കൂടി ഒരു പ്ലസ് സിയും കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ സിംപ്ലിഫിക്കേഷൻസ് ഒന്ന് ചെയ്യണം. ഞാനത് ഇവിടെ തന്നെ എഴുതാം, എന്താണ് സിംപ്ലിഫൈ ചെയ്ത് കിട്ടാനുള്ളത്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് മേലെ എഴുതുന്നത്. ഈക്വൽ ടു ഇവിടെ ഒരു 2 കട്ട് ചെയ്യാം, ബാക്കി 1 by 3 x square plus x raised to 3 by 2 minus 2x plus 1 by ഈ 4ഉം 2ഉം ചേർന്ന് 8 എഴുതി root of x square plus x. ഇനി നോക്കുക -1 by 2ഉം -1 by 8ഉം, അപ്പൊ എത്ര കിട്ടുക? +1 by 16 ആവും. ബാക്കിയുള്ളത് log modulus of x plus 1 by 2 plus root of x square plus x. എല്ലാ ടേംസും തീർന്നു. ഇനി ഒരു പ്ലസ് സി കൊടുക്കുക. സോ ദിസ് ഇസ് ദ ഫൈനൽ റിസൾട്ട്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം നമ്മൾ x by root of x square plus x എന്നുള്ള പാറ്റേൺ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇവിടെ x എന്ന് പറയുന്ന ന്യൂമറേറ്ററിലല്ല സൈഡിൽ വരുന്നു, y എന്നുള്ള പാറ്റേൺ അല്ല. അപ്പോൾ ഈ സൈഡിലുള്ള എക്സിനെ x സ്ക്വയർ പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് വരത്തക്ക രീതിയിൽ എഴുതുക, രണ്ട് ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, എന്നിട്ട് ഓരോ ഇന്റഗ്രലും ചെയ്ത് ഫൈനലായിട്ട് ആൻസർ കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്.